നമസ്കാരം. സാരമായി എന്തോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വിചിത്രമായ ദുരന്തങ്ങളും വിചിത്രമായ ക്രൂരകൃത്യങ്ങളുമാണ്. ഇപ്പോഴിതാ ഒരു ഷഹബാസിൻ്റെ സംഭവം മാത്രം നോക്കുക. ആ ഷഹബാസ് എന്ന 15-കാരൻ്റെ തലയോട്ടി തല്ലിപ്പൊളിച്ചത്, നെഞ്ചക്ക് കൊണ്ട് തലയോട്ടി തല്ലിപ്പൊളിച്ച സഹപാഠിയുടെ പേര് പോലും നമുക്കറിയില്ല. അതാണ് നിയമം. ആ ക്രിമിനലിൻ്റെ പിതാവ് ഗുണ്ടാസംഘത്തിലുണ്ട്, CPM-ന്റെ ഗുണ്ടാസംഘത്തിലുണ്ടെന്ന് വ്യക്തമായി. പക്ഷെ ആ പിതാവിൻ്റെ പേര് പോലും നമുക്ക് പറയാൻ കഴിയില്ല. നിയമത്തിൻ്റെ പരിരക്ഷ ആ കുട്ടിക്ക് മാത്രമല്ല പിതാവിനുമുണ്ട്. അല്ലെങ്കിൽ ആ പിതാവ് പ്രതിയാവണം. പിതാവിനെ പ്രതിയാക്കത്തില്ല, കാരണം CPM-ന്റെ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. 15 വയസ്സുള്ള ഒരു കുട്ടിയെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തല്ലിക്കൊല്ലുന്നു. എന്നിട്ട് ഈ കൊലപാതകം നടത്തിയവൻ പോലീസ് സംരക്ഷണയിൽ പ്രത്യേകം പരീക്ഷ എഴുതുന്നു. ഇതാണ് ഈ നാടിൻ്റെ ഒരു അവസ്ഥ. ഇതിൻ്റെ ഭയാനകമായ വേഷനാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. മയക്കുമരുന്ന്, ക്രിമിനൽ പ്രവർത്തികളെ, അവിഹിത ബന്ധങ്ങളെ, കൊലപാതകങ്ങളെ, തൂങ്ങിമരണങ്ങളെ, എന്തെല്ലാമാണ് കേൾക്കുന്നത്. ഇന്നലെ ഒരു ദിവസത്തെ സംഭവ വികാസങ്ങൾ മാത്രം നോക്കുക. എത്ര ദുരന്തങ്ങളാണ് ഇന്നലെ ഒരൊറ്റ ദിവസം ഉണ്ടായി. നമ്മൾ വിട്ടുകളയുക, അഫാനെയും ഷഹബാസിനെയും ഒക്കെ വിട്ടുകളയുക, അതിനു മുമ്പ് സംഭവിച്ച മഹാദുരന്തങ്ങളൊക്കെ വിട്ടുകളയുക. പക്ഷെ ഇന്നലെ ഒരു ദിവസം എത്ര ദുരന്തങ്ങളാണ് സംഭവിച്ചത്. നമ്മൾ ആദ്യം കേൾക്കുന്നത് ബഹുമാന്യനായ ഒരു ഡോക്ടറുടെ ആത്മഹത്യാ മരണമാണ്. 77 വയസ്സുള്ള കേരളത്തിലെ യൂറോളജിയിലെ ഏറ്റവും അവസാനത്തെ വാക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഹൃദ്രോഗ ചികിത്സയിൽ ആരാണോ അതാണ് യൂറോളജി ചികിത്സയിൽ ഡോക്ടർ ജോർജ് പി എബ്രഹാം. 40-50 ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള ആളാണ്. മാന്യതയുടെയും എളിമയുടെയും അവസാന വാക്കാണ്. അദ്ദേഹം ഒരു കയറെടുത്തു കൊണ്ടുപോയി കെട്ടിത്തൂങ്ങി അങ്ങ് മരിച്ചു. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു 15 വയസ്സുള്ള ഒരു ക്രിമിനൽ അവന്റെ സഹപാഠിയെ തലയൊട്ടിക്ക് നെഞ്ചക്ക് കൊണ്ട് അടിച്ചു കൊല്ലുന്നു. അതും വെറുതെയല്ല, നേരത്തെ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ്, നേരത്തെ പ്രഖ്യാപിച്ചതാണ് കൊല്ലുമെന്ന്. കൊന്നാലൊന്നും സംഭവിക്കില്ലെന്ന് അവൻ അറിയാം. അതിന്റെ എതിർ ദിശയിലാണ് 77 വയസ്സുള്ള സർവാദരണീയനായ ഒരു ഡോക്ടർ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതാണ് ഇന്നലെ ആദ്യം കേട്ട വാർത്ത. ആ വാർത്തയുടെ ഷോക്ക് മാറുന്നതിന് മുൻപ് രാവിലെ പത്തനംതിട്ട കലഞ്ഞൂരിൽ ബൈജു എന്നു പേരുള്ള ഒരു ഭ്രാന്തൻ തൻ്റെ ഭാര്യയെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുകയാണ്. ഈ ബൈജുവിനെ പേടിച്ച് ജീവൻ കാത്തു രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഓടിപ്പോകുന്നത് തൊട്ടയൽപക്കത്തുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പറയുന്നു വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന്. വിഷ്ണുവിനെയും വെട്ടിക്കൊന്നു. ഒരു ബൈജു എന്ന് പറഞ്ഞ ഭ്രാന്തൻ ചെന്ന് തൊട്ടയൽപക്കത്തുള്ള ആളെയും തൻ്റെ ഭാര്യയും വെട്ടിക്കൊല്ലുകയാണ്. അവിഹിത ബന്ധമുണ്ട് എന്നാണ് അയാൾ ആരോപിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്താണ് അവിഹിത ബന്ധം എന്നതൊക്കെ വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അവിഹിതം എന്ന് പറഞ്ഞാൽ ഹിതമില്ലാത്ത ബന്ധമാണ്. ആർക്കും ഹിതമില്ലാത്ത ബന്ധം. ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ ഹിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരുത്തിനോട് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ അയാൾ അത് ഏകപക്ഷീയമായി നീതി നടപ്പിലാക്കി. അയാളുടെ കാട്ടുനീതി വെട്ടിക്കൊന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത്തരം വാർത്തകളാണ് എല്ലായിടത്തും ഉള്ളത്. അഫാന്റെ കാര്യം മാത്രം ഓർക്കുക. തൻ്റെ അമ്മയടക്കമുള്ള 6 പേരെ, തൻ്റെ ഇളയ സഹോദരനടക്കം, തൻ്റെ കാമുകിയടക്കം 6 പേരെ കൊല്ലാൻ ശ്രമിക്കുന്നു. 5 പേർ കൊല്ലപ്പെടുന്നു. അതിക്രൂരമായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുന്നു. അവിടെ ഒരു ബൈജു എന്ന് പറഞ്ഞ ഒരുത്തൻ തൻ്റെ ഭാര്യയെയും അയൽപക്കക്കാരനെയും കൊല്ലുന്നതിൽ അത്ഭുതമെന്നാണ്. ആ വാർത്തയുടെ ഷോക്ക് മാറുന്നതിന് മുൻപ് നമ്മൾ പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത കേൾക്കുന്നു. ഒരു കൃഷ്ണകുമാർ പാലക്കാട് മംഗലം ഡാമിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ പിതാവിന് വയ്യാത്തത് കൊണ്ടാണ് കൃഷ്ണകുമാർ ഇപ്പോൾ മംഗലം ഡാമിൻ്റെ അവിടെ താമസിക്കുന്നത്. കോയമ്പത്തൂരിലായിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. അവിടെയും അവിഹിതമാണ് പ്രശ്നം. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സംഗീതയ്ക്ക് ആരോടോ ബന്ധമുണ്ട് എന്ന് കൃഷ്ണകുമാർ അങ്ങ് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ കൃഷ്ണകുമാർ നിരന്തരം സംഗീതമേ വഴക്കുണ്ടാക്കുന്നു. മക്കൾക്ക് സമാധാനമില്ല. അപ്പൻ എന്നും വഴക്കാണ്. അക്കൂടെയാണ് പിതാവിന് വയ്യാതായപ്പോൾ പിതാവിനെ നോക്കുന്നതിന് വേണ്ടി കൃഷ്ണകുമാർ പാലക്കാട്ടെ വീട്ടിലേക്ക് മാറുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും സംശയം കൂടും. കാരണം താൻ അവിടെ ഇല്ലല്ലോ. അപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം കൂടുതലാണ് എന്നൊരു തോന്നലുണ്ടായി. ഇന്നലെ വെളുപ്പാങ്കാലത്ത് വളരെ കഷ്ടപ്പെട്ട് 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വീട് പരിസരത്ത് പോയി നിന്ന് 5:30 മണിയായപ്പോൾ ചെന്നതാ. മക്കൾ സ്കൂളിൽ പോകാൻ കാത്തിരുന്ന് 7:30 മക്കൾ പോയി കഴിഞ്ഞപ്പോൾ ആ സംഗീതയെ അയാൾ വെടിവെച്ചു കൊന്നു. തൻ്റെ പിതാവ് പന്നിശല്യം നേരിടുന്നതിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന പിതാവിന് ലൈസൻസ് ഉള്ള എയർഗൺ അതുമായാണ് പോയത്. അവിടെ ചെന്ന് ഭാര്യ സംഗീതയെ വെടിവെച്ചു കൊന്നു കോയമ്പത്തൂരിൽ വെച്ച്. അവിടെ നിന്ന് കൂളായി തൻ്റെ വീട്ടിലെത്തി. എന്തിനാണ് അയാൾ കൂളായി വീട്ടിലെത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് സ്വയം വെടിവെച്ച് അയാൾ മരിച്ചു. 2 മരണം അവിടെ സംഭവിക്കുന്നു. ഈ വാർത്തകൾക്കിടയിലാണ് ആലപ്പുഴ FCI ഗോഡൌണിൻ്റെ സമീപത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതൊരു അപകടമല്ല, അതും ഒരു ആത്മഹത്യയാണ്. സലിം കുമാർ എന്ന 38 വയസ്സുകാരനും ശ്രുതി എന്ന 35 വയസ്സുകാരിയുമാണ് ഈ ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അപകടമല്ല, ബോധപൂർവം അവർ ട്രെയിൻ തട്ടി മരിക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് നിന്നതാണ്. അത്തരമൊരു അനുഭവം കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. മറുനാടൻ കഴിഞ്ഞ കുറേ ദിവസമായി
അത് ഫോളോ ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് ഏറ്റുമാനൂർ സമീപമുള്ള റെയിൽവേ ക്രോസിൽ ഷൈനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ 2 മക്കളെ ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്ത വാർത്ത. ആ വാർത്തയുടെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിന് പിന്നിലെ വില്ലന്മാർ, ഇതൊക്കെ മറുനാടൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഇതേ സമാനമായി മറ്റൊരു ദുരന്തമുണ്ടായിരിക്കുന്ന ആത്മഹത്യ. ഈ ശ്രുതി 3 കുട്ടികളുടെ അമ്മയാണ്. ഭർത്താവുണ്ട്. കുട്ടികളോ ഭർത്താവോ അറിയാതെയാണ് സലിംകുമാറിനൊപ്പം ഇറങ്ങി പുറപ്പെട്ടതും ആലപ്പുഴയിലെ ട്രെയിൻ പാളത്തിൽ സ്വയം മുടങ്ങിയതും. ഇതും അവിഹിത ബന്ധമാണ് അല്ലേ? അവരുടെ ഹിതമാവാം, പക്ഷെ ആരുടെയോ അവിഹിതത്തിലുള്ള ബന്ധം. ഇതും ഇന്നലെ വന്ന വാർത്തയാണ്. കഴിഞ്ഞില്ല, അതിനു മുമ്പാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. കാര്യം ഒരാഴ്ച കഴിഞ്ഞ സംഭവമാണ്, പക്ഷേ ഇപ്പോഴാണ് വാർത്ത പുറത്തു വരുന്നത്. ഇടുക്കി ജില്ലയിലെ വാഗമണിൽ ഒരു 70 വയസ്സുകാരനെ ദുരൂഹമായ സാഹചര്യത്തിൽ ജനനേന്ദ്രിയം മുറിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ ആശുപത്രി അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നു നായ കടിച്ചതാണ് എന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചവർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നില വഷളായി. ഒരു ആയുധം കൊണ്ട് അദ്ദേഹത്തിന് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി. ഗുരുതരാവസ്ഥയിലേക്ക് മാറി, ബോധമില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതും ഒരു അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമാവാം. ഇത്തരം അവിഹിത ബന്ധത്തിൻ്റെ കഥകളാണ് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത്. അതിലേറ്റവും ഞെട്ടിക്കുന്നത് 14 വയസ്സുള്ള കട്ടപ്പനയിലെ സ്കൂൾ വിദ്യാർത്ഥി 15 വയസ്സുള്ള സഹപാഠിയെ ഗർഭിണിയാക്കിയ സംഭവമാണ്. ലഹരിക്ക് അടിമപ്പെട്ട് വഴിയിൽ കിടന്ന് ബഹളം വെക്കുന്ന, അടികൂടുന്ന, കത്തിക്കുത്തുന്നവരുടെ ഒരുപാട് വാർത്തകൾ, അത് സ്ത്രീകളും കുട്ടികളും അടക്കം നമ്മൾ കണ്ടു. കേരളത്തിലെ പല ബസ് സ്റ്റാൻഡുകളിലും ഇപ്പോൾ കുട്ടികളുടെ കൂട്ടത്തല്ല് കാണാം. എല്ലാവരും നോക്കി നിൽക്കത്തേ ഉള്ളൂ. കാരണം കുട്ടികളെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. കൂടാതെ അവരുടെ മാതാപിതാക്കളൊക്കെ സ്വാധീനമുള്ളവരാവും. ഇക്കാലത്ത് എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാനാണ് വകുപ്പുള്ളത്. ഇവിടെ കായംകുളം MLA യു പ്രതിഭയുടെ മകനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നോക്കിക്കേ. തെളിവുള്ളതാണ്. പക്ഷെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല, മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്നൊക്കെ പറയുന്നു. മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് അന്ന് മൊഴി കൊടുത്ത ചിലരൊക്കെ കാലുവാരിയിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവും. കായംകുളം MLAയുടെ മകൻ ലഹരിയോടെ പിടികൂടപ്പെട്ടു എന്നത് വാസ്തവമാണ്. FIR ഇട്ട് അന്വേഷിച്ചതാണ്, തെളിവുള്ളതാണ്. എന്തായാലും ഒരു CPM MLAയുടെ മകനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള വൈരാഗ്യം നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഉണ്ടാവില്ല. പക്ഷേ MLAയുടെ മകനായതുകൊണ്ട് നിരപരാധിയാക്കി മാറ്റാൻ മേലുദ്യോഗസ്ഥന്മാർ കൊട്ടേഷൻ എടുത്തതുകൊണ്ട് താഴത്തെ ഉദ്യോഗസ്ഥൻ, നീതി നടപ്പിലാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെടുന്നു. ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. ആർക്കും രക്ഷിക്കാനാവാത്ത അവസ്ഥയിലേക്ക് നാട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് പ്രതിഭയുടെ മകനെ കുറ്റവിമുക്തനാക്കുന്ന സംഭവം. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് മിക്കവരും ഈ നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത്.